നമുക്ക് ലിപ് ബാം വേണം. ഓക്കെ ഫൈൻ, ലിപ് ബാം ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, ആൻഡ് ദെൻ പ്രൈമർ വേണം. സ്ട്രോപ്പ് ക്രീം ഇല്ല, പക്ഷെ ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് എടുത്ത് വെക്കണമെന്ന്. അതൊന്നുമല്ല, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേർളി മാണിയുടെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എനിക്കൊന്നു കുറച്ച് കാലമൊക്കെയായി ആ വീഡിയോ ഇട്ടിട്ട്, പക്ഷേ എനിക്കൊക്കെ ഒപ്പിച്ച് വരുമ്പോഴല്ലേ ഇച്ചിരി അധികം സമയം എടുത്ത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് 30 minutes ഉള്ള പേർളി മാണിയുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ നമ്മൾ വെറും ഒരു 5-6 മിനിറ്റ് കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വായിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണ എല്ലാം തന്നെ, അതായത് ഓരോരോ സ്റ്റെപ്പും പേർളി മാണിയുടെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റെപ്സ്, അതായത് ഫോളോ ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്. അതിനകത്തുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഒരു മാറ്റമുള്ളൂ. അതായത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും കുറച്ചും കൂടി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ബാം ആയിരുന്നു. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ആസ് യൂഷ്വൽ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ മേക്കപ്പ് ബേസ് നന്നായിട്ട് എന്താ പറയുക, നമ്മൾ പ്രോപ്പർ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈസി ആയിട്ട് മേക്കപ്പ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൈമറി യൂസ് ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം ഒരു സ്ട്രോപ്പ് ക്രീമിൻ്റെ ആവശ്യമുണ്ടായി. അതായത് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം അത്യാവശ്യം 1000+ എമൗണ്ട് ഉണ്ടാവും ആ ഒരു ചെറിയൊരു സംഭവത്തിന് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏതെങ്കിലും മോയ്സ്ചറൈസറും അതിനകത്ത് കുറച്ച് ഹൈലൈറ്ററും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് സ്ട്രോപ്പ് ക്രീം ഉണ്ടാക്കാം. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൺസീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുക എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പിമ്പിൾസ് വന്ന മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തും പിന്നെ ചെറുതായിട്ട് പിമ്പിൾസ് വന്ന മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫൗണ്ടേഷൻ എടുക്കുന്നു. അപ്പം കുറച്ചും കൂടെ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ ആ ഒരു കൺസിസ്റ്റൻസി, ഒരു എന്താ പറയുക, തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ട, ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മോയ്സ്ചറൈസർ ആസ് ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കയ്യിലെടുത്തിട്ട് അത്യാവശ്യം ഫേസിൽ ഡോട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേലും കേക്കി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരുപാട് ഫൗണ്ടേഷൻ വേണ്ട, ഇതിലും കുറച്ച് വേണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തത് കൂടിപ്പോയെങ്കിൽ നമ്മുടെ സ്പഞ്ച് നന്നായിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പിഴിഞ്ഞിട്ട് മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് മാക്സിമം എത്രത്തോളം വെള്ളം കളയാൻ പറ്റും അത്രത്തോളം കളഞ്ഞതിന് ശേഷം ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇച്ചിരി ഡാർക്ക് സർക്കിൾസ് ഉണ്ടായി. അപ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഷെയ്ഡും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് കോണ്ടൂറിങ് ആണ്, അതായത് നോസ് കോണ്ടൂറിങ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റെപ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഒന്നും വരുത്താതെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേർളി മാണിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു സ്റ്റെപ്പായിരുന്നു കോണ്ടൂർ ചെയ്യുക, നോസ് കോണ്ടൂറിങ്. അതിനായിട്ട് ഞാൻ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം SFRൻ്റെ ഒരു പാലറ്റിൽ നിന്നും ഒരു നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് ഒരു ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ ക്രീസ് ഏരിയ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയ ഗ്ലിറ്ററി ഷെയ്ഡ് ആസ് ആ ഒരു വീഡിയോ കണ്ടതുപോലെ തന്നെ അഗെയിൻ ആ ഒരു ഇച്ചിരി ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മീതെ അപ്ലൈ ചെയ്ത് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ബ്രഷും എടുക്കാം, ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ആണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി തിക്കായിട്ട് തന്നെ ഉണ്ട്, പിന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഫോളോ ചെയ്തതുപോലെ തന്നെ ഫോളോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്പൂള് വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം സ്പൂള് വെച്ചിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക പ്രോഡക്റ്റ്. അപ്പം നമ്മളുടെ ഐബ്രോസ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐലാഷസ് ആണ്. അപ്പോൾ കേളർ എടുത്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, എന്നിട്ട് മനസ്സിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 10 വരയ്ക്കും നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പോഴേലും ഏകദേശം നന്നായിട്ട് കേൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ കയ്യിലെ മസ്കാര വെച്ചിട്ട് ഉടനെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വിടാം കേട്ടോ. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേളും അതേപോലെ നിൽക്കുകയും ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്ത മസ്കാര നന്നായിട്ട് ബ്ലെൻഡായിട്ട് ആ ഒരു നാച്ചുറൽ
ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്ലഷാണ് കേട്ടോ. അപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാം. സൺ കിസ്ഡ് ലുക്ക് വേണമെങ്കിൽ ഇതേപോലെ അപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്മളുടെ ചീക്സിലും അതേപോലെ തന്നെ നോസ് ടിപ്പിലും നോസിൻ്റെ മീതിയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ ഉപയോഗിച്ച സെയിം സ്പഞ്ച് തന്നെ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു സൺ കിസ്ഡ് ലുക്ക് കിട്ടും. അത് നല്ലൊരു റെഡ് കളറൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കോൺടൂർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച സെയിം കോൺടൂർ പാലറ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കോൺടൂർ ചെയ്യുക. കോൺടൂർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്, അതായത് ചബ്ബി ഫേസ് ആണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ഡിഫൈൻഡ് ആയതുപോലെ തോന്നിക്കിട്ടോ. അപ്പോൾ സപ്പോസ് ചബ്ബി ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കോൺടൂർ ചെയ്യും. അതിനുശേഷം നല്ലൊരു ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഷുഗറിൻ്റെ, എനിക്ക് കറക്റ്റ് ഷെയ്ഡ് ഓർമ്മയില്ല, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷെയ്ഡ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ട് നമ്മുടെ പേളി മാണി പറഞ്ഞതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് തരാം കേട്ടോ. അപ്പോൾ മീതെ വല്ലതും, അതായത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീക്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ ബ്ലഷ് ഒക്കെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഹോപ്പ് യു ലവ്ഡ് ഇറ്റ്. സോ താങ്ക് യു.